ഹലോ ഗൈസ്, ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ചാണ്. നമ്മളെല്ലാവരും പറയുമല്ലോ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ കഴിച്ചോ, കഴിക്കാൻ പോകുന്നു, കഴിക്കും എന്നൊക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമല്ലോ. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നതിന് വേർഡ് തന്നെ നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്ത പ്ലസ് ഫാസ്റ്റ് ഈസ് ഈക്വൽ ടു ബ്രേക്ക്ഫാസ്റ്റ്. അതായത് നമ്മൾ തലേദിവസം രാത്രി കഴിച്ചതിന് ശേഷം രാവിലെ നമ്മൾ കഴിക്കുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും നേരത്തെ ഫാസ്റ്റിംഗ് ആണ്. നമ്മൾ രാത്രി ഇപ്പോൾ ഒരു 7 മണിക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിറ്റേന്ന് രാവിലെ 8 മണിക്ക് ഫുഡ് കഴിക്കുകയാണെങ്കിൽ അത്രയും നേരം നമ്മൾ ഫാസ്റ്റിങ്ങിലായിരിക്കും. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഇത് ഒരു പുതിയ അറിവൊന്നുമില്ല, ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഞാനും ഒരുപാട് റെഫർ ചെയ്തിട്ടൊക്കെയാണ് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നത്, പറയുന്നതെല്ലാം ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ അത്രയും വെറും വയറ്റിൽ ഫുഡ് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ മെയിൻലി നമ്മൾ പ്രോട്ടീൻ ആദ്യം എടുക്കാൻ ശ്രമിക്കുക. ആദ്യം നമ്മളൊരു 2 ഗ്ലാസ് ചൂടുവെള്ളം ആദ്യം കുടിക്കാൻ ശ്രമിക്കുക. അത് നമ്മുടെ ബോഡിയിൽ കുറച്ചുകൂടി ഒരു എനർജി പവർസ് ചെയ്യും. പിന്നെ അത് മാത്രമല്ല നമ്മുടെ വയറ്റിന് നല്ലതാണത്. ആ ഒരു വാം വാട്ടർ നമ്മളെ വയറ്റിന് ചെല്ലുന്നു. സോ നമ്മളപ്പോൾ കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു ചൂടുവെള്ളം കുടിക്കുന്നത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നല്ല കാര്യമാണത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മെയിൻലി ഒരു പ്രോട്ടീൻ കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക. അതായത് എഗ്ഗ് ബോയിൽഡ് എഗ്ഗ് 1-2 നമ്മൾ കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക. അതാകുമ്പോൾ നമുക്കൊരു ഷുഗർ സ്പൈക്ക് ഉണ്ടാകത്തില്ല. ഇപ്പം നമ്മൾ ആദ്യമേ രാവിലെ എണീറ്റ ഉടനെ നമ്മൾ പുട്ട്, ഇടിയപ്പം, ഇഡ്ഡലിയൊക്കെ വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി അതിലുള്ള മുള്ള ഷുഗറാണല്ലോ അതിൽ, നമ്മൾ അങ്ങനെയാണ് കൺസ്യൂം ചെയ്യുന്നത്. സോ അങ്ങനെ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ ഷുഗർ സ്പൈക്ക് കുത്തനെ കയറും. അപ്പോൾ ഇതൊക്കെ ഒരു എന്താ പറയുക, ഞാൻ റെഫർ ചെയ്ത ചില കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ അതെനിക്കും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡോക്ടർമാരും എല്ലാം പറയുന്നുണ്ടോ കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ മെയിൻലി എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റിന് ആ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ മെയിൻലി മുട്ട കഴിക്കാൻ ശ്രമിക്കുക. ഒന്നീ ബോയിലായിട്ട് കഴിക്കുക, അല്ലെങ്കിൽ അത് ഫ്രൈ ചെയ്ത് കഴിക്കുക. അതാകുമ്പോൾ അത് പ്രോട്ടീനാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എവിടെ ഫുഡ് കഴിക്കാൻ ചെന്നാലും അതിന് മുമ്പ് വാട്ടർ കൺസ്യൂം ചെയ്യുക. അത് വാം വാട്ടറായ ബെറ്റർ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക, പ്രോട്ടീൻ കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക. അതിപ്പോൾ എഗ്ഗ് ആവാം, എന്താ പറയുക, പയർ വർഗ്ഗങ്ങളാവാം, അങ്ങനെയുള്ള പ്രോട്ടീൻ റിച്ച് ഫുഡ് ആദ്യം കൺസ്യൂം ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്താ പറയുക, കാർബോഹൈഡ്രേറ്റ്സും ഇതൊക്കെ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ അതാകുമ്പോൾ നമുക്കൊരു ഹൈ സ്പൈക്കും ഉണ്ടാകത്തില്ല. നമുക്ക് നോർമലായിട്ട് നല്ലൊരു ഡേ സ്റ്റാർട്ട് ചെയ്യാനും പറ്റും. അത് നമ്മുടെ ഡൈജഷനും ഒരുപാട് ഗുണങ്ങൾ ചെയ്യുകയും ചെയ്യും. സോ ഇതൊക്കെ നമ്മുടെ എക്സ്പേർട്സും ഡോക്ടേഴ്സും എല്ലാവരും പറയുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും ആരും കണ്ടുപിടിച്ച കാര്യങ്ങളൊന്നുമല്ല. അതെല്ലാം ഓരോ ആൾക്കാർ അവരുടേതായ എക്സ്പീരിയൻസിലൂടെ പറയുന്ന കാര്യങ്ങളാണ് ഞാനും പറയുന്നത്. അപ്പോൾ ഞാനും ഒരുപാട് റെഫർ ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറയുകയും സംസാരിക്കുകയെല്ലാം ചെയ്യുന്നത്. ഒന്നും റെഫർ ചെയ്യാതെ, ഒന്നിനും ഒരു ഫാക്റ്റ് അല്ലാതെ ഒന്നും ഞാൻ സംസാരിക്കത്തില്ല. നമ്മളിപ്പോൾ ഒരുപാട് റെഫർ ചെയ്യും. ഇപ്പോൾ ഇതിപ്പോൾ ഒരു ഫാക്റ്റ് ആണെങ്കിൽ നമ്മൾ ആ ഒരു ഫാക്റ്റിനെ നമ്മൾ ഒരുപാട് റെഫർ ചെയ്ത് അതിൻ്റെ എന്തുമാത്രം ട്രൂത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഉണ്ട് എന്ന് ഉള്ള ഒരു ഇത് മനസ്സിലാക്കിയിട്ട് ഞാൻ സംസാരിക്കാറുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇൻ ബിറ്റ്വീൻ നമ്മൾ ഫുഡ് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമ്മൾ വാട്ടർ മെയിൻലി അവോയ്ഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ മെയിൻലി ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ വാട്ടർ കൺസ്യൂം ചെയ്യുക. ഇതൊക്കെ ഒരു നോർമലായിട്ടുള്ള ഒരു നല്ലൊരു മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഫുഡ് മോർണിംഗിൽ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു ടിപ്സ് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെയുള്ള വേറെ വീഡിയോസുമായിട്ട് ഞാൻ വരും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അപ്പോൾ ബൈ, താങ്ക് യു.